ഇപ്പോൾ കൊല്ലത്ത് നിന്ന് രാജ്കുമാർ കൂടി ചേരുന്നുണ്ട്. രാജ്കുമാർ, നമുക്കറിയാം മിഥുന്റെ നഷ്ടം ഒരു തീരാവിയോഗം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് മിഥുന്റെ അമ്മയുടെ വാക്കുകൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുടുംബത്തോട് അത്രയും സ്നേഹമുള്ള ഒരു കുഞ്ഞായിരുന്നു അത്. അപ്പോൾ മിഥുന്റെ കുടുംബത്തിനെ ഇപ്പോൾ ചേർത്ത് നിർത്തുകയാണ്. ഇപ്പോൾ സ്കൂൾ വിദ്യാർത്ഥി മിഥുന്റെ കുടുംബത്തിനായി ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് നിർമ്മിക്കുന്ന വീടിന്റെ ശിലാസ്ഥാപനം ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും. അതോടൊപ്പം തന്നെ മന്ത്രി കെ എൻ ബാലഗോപാൽ, കോവൂർ കുഞ്ഞുമോൻ MLA തുടങ്ങിയവരും ഇതിൽ പങ്കെടുക്കുമെന്ന് കൂടി മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഞാനിപ്പോൾ സ്പോട്ടിലാണ് നിൽക്കുന്നത്. മിഥുൻ്റെ വീട് നിന്ന സ്ഥലം ഇപ്പോൾ ഒരു ഗ്രൗണ്ടായി മാറിയിട്ടുണ്ട്. ആ വീട് മുഴുവനും ഇവിടുന്ന് അത് മുഴുവനും നീക്കം ചെയ്തു. ഇനി ഇവിടെയാണ് 1000 സ്ക്വയർ ഫീറ്റോളം വരുന്ന വീട് നിർമ്മിക്കുക. ഏകദേശം 20 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചാണ് വീടിൻ്റെ നിർമ്മാണം. അതിൻ്റെ വീടിൻ്റെ രൂപരേഖയും നമുക്ക് ആ ഫ്ലെക്സ് ബോർഡിൽ കാണാം. മിഥുൻ്റെ വീട് എൻ്റെയും കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള ഈ ഓർഗനൈസേഷനാണ് അവരെ ഫണ്ട് ഉപയോഗിച്ച് ഈ വീട് നിർമ്മിച്ച് നൽകുന്നത്. ഗവൺമെൻറ്റാണ് ഇവർക്ക് ഈ വീട് നിർമ്മിക്കാൻ നൽകാനുള്ള തീരുമാനമെടുത്തതും ഇവരെ കൊണ്ടത് ചെയ്യിപ്പിക്കാനും തീരുമാനിച്ചത്. ഇപ്പോൾ ഇവിടെ മിഥുൻ്റെ അതിൻ്റെ അച്ഛൻ, അമ്മ, അതുപോലെ മുത്തശ്ശി ഉൾപ്പെടെയുള്ളവരുണ്ട്. അമ്മേ, മോൻ്റെ അവൻ്റെ കൂടി ഒരു ആഗ്രഹമായിരുന്നല്ലോ വീട്. അവൻ്റെ ആഗ്രഹമായിരുന്നു NCCയുടെ ഒരു തൊപ്പി ഇടണമെന്നും വീടും എല്ലാം ആഗ്രഹമായിരുന്നു. എൻ്റെ പൊന്നുപോൻ്റെ ആഗ്രഹം അവിടെ വരെ 13 വയസ്സ് വരെ ഉണ്ടായിരുന്നു. ഇത് മുത്തശ്ശിയുടെ വാക്കുകളാണ് ഈ കേട്ടത്. ഈ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ ഇതിൻ്റെ വീടിൻ്റെ ഇത് പ്ലാനും കാര്യങ്ങളൊക്കെ വീട്ടുകാരെ കാണിച്ചിരുന്നു. അവരിഷ്ടപ്പെട്ടോ? അതിൻ്റെ എല്ലാം അവരെ കാണിച്ചിട്ടുണ്ട്. പ്ലാന് നേരത്തെ തയ്യാറായിട്ടുണ്ട്, അതവരെ കാണിച്ചിട്ടുണ്ട്. അവർക്കത് ഇഷ്ടപ്പെട്ടു. നല്ല പ്ലാനാണ്. 1000 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിന് കണക്കാക്കപ്പെടുന്ന തുക 20 ലക്ഷം രൂപയാണ്. 20 ലക്ഷം രൂപ കൊണ്ട് എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വീടാണ് ഇപ്പോൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രവർത്തനം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് തറക്കല്ലിടുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹമാണ് തറക്കല്ലിടുന്നത്. എത്ര സ്ക്വയർ ഫീറ്റാണ്? 1000 സ്ക്വയർ ഫീറ്റാണ്. 1000 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂമുകളുണ്ടായിരിക്കും. മറ്റെല്ലാ സൗകര്യങ്ങളും അവർക്കുള്ള അറ്റാച്ച്ഡ് ബാത്തും കാര്യങ്ങളെല്ലാം. ഈ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് NCC ഒക്കെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു കുട്ടി കൂടിയാണ് മിഥുൻ. അതുകൊണ്ട് മാത്രമല്ല, ഇത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്വം കമ്മിറ്റഡാണ്. അപ്പോൾ ആ കമ്മിറ്റ്മെൻറ്റ് ഞങ്ങൾ നിർവഹിക്കുകയാണ്. വിശേഷിച്ച് ഞങ്ങളുടെ പ്രസിഡൻ്റായിരുന്ന വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹമാണ് ഇത് ആഗ്രഹം പ്രകടിപ്പിക്കുകയും സ്കൗട്ടിങ്ങും ചെയ്തു കൊടുത്തുവിടുകയെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. അപ്പോൾ നമ്മുടെ സ്നേഹഭവനം പദ്ധതിയുടെ ഭാഗമായിട്ട് 125ഓളം വീട് നമ്മൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ചുകൂടി നല്ല രൂപത്തിലുള്ള വീടാണിപ്പോൾ ഇവിടെ എടുത്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ശ്രീനിധി, ഇന്നിപ്പോൾ രാവിലെ 10 മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി തറക്കല്ലിടും. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇവിടെ മിഥുൻ്റെ വീട് എൻ്റെയും എന്ന പ്രത്യേകമായി നാമകരണം ചെയ്തുകൊണ്ടുള്ള ഒരു ഫ്ലെക്സ് നമ്മുടെ ഇതിൻ്റെ പിന്നിൽ കാണാം. ഇവിടെ ആ വീട് നിന്ന സ്ഥലത്താണ് ഈ പറയുന്ന 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് ഇവിടെ നിർമ്മിക്കുക. തൊട്ടരികിൽ തന്നെ മിഥുനെ 6 അടി മണ്ണിൽ അത് സംസ്കരിച്ച ഇടവും കൂടിയുണ്ട്. അത് അവിടെ ഇതിനെല്ലാം സാക്ഷിയായി മിഥുനും ഉണ്ടാവും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ കർമ്മങ്ങളൊക്കെ നടക്കാൻ പോകുന്നത്. ഇവരുടെ കുടുംബത്തിൻ്റെ ഇഷ്ടമനുസരിച്ചുള്ള കാര്യങ്ങളാണ് എല്ലാം ചെയ്യുന്നതും. വീടിൻ്റെ രൂപരേഖ എല്ലാം തയ്യാറായി കഴിഞ്ഞു. ഇപ്പോൾ അവിടെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ഈ പരിപാടിയുടെ ഭാഗമായി അവരുടെ ദേശഭക്തി ഗാനങ്ങളും മറ്റും കുട്ടികൾ അതിൻ്റെ ഒരു പ്രാക്ടീസ് കൂടി നടക്കുന്നുണ്ട്. बहा दो प्रेम की गंगा, दिलों में प्रेम का सागर, हमें आपस में मिलजुल कर प्रभु रहना सिखा देना. हमारा कर्म हो सेवा, हमारा धर्म हो सेवा, सदा ईमान हो सेवा, बसेवक चर बना देना. ശ്രീനിധി, അവന് മിഥുന് NCCയിൽ ചേരണമെന്ന് വലിയ മോഹം കൊണ്ട് കൂടിയാണ് ഈ തേവലക്കരയിലെ സ്കൂളിൽ പോയതും. അത് മനസ്സിലാക്കി NCC ഉദ്യോഗസ്ഥരെത്തി അവൻ അവസാനമായി അന്ത്യോപചാരം അർപ്പിക്കുകയും ആ ഒരു ആദരം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ശ്രീനിധി.